PCOS ഉള്ളവർക്ക് നാച്ചുറലി കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ? PCOയുടെ പ്രിവലൻസ് കൂടുന്തോറും ഈ ചോദ്യത്തിന് പ്രസക്തി ഏറല്ലേ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന മിക്ക സ്ത്രീകൾക്കും PCOS ഉണ്ടെന്നതുകൊണ്ട് തന്നെ ഈ ടെൻഷനും സംശയവും കൂടുതലുമാണ്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ഒരു കപ്പിളിന് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന കണ്ടീഷൻസ് ഇതുപോലെ വളരെ കുറവാണ്. അണ്ടവും ബീജവും ഇല്ലാണ്ടിരിക്കുക, 2 ട്യൂബും ബ്ലോക്ക് ആയിട്ടുള്ള സിവിയർ എൻഡോമെട്രിയോസിസ് ഒക്കെ. എന്നാൽ PCOS അങ്ങനെയല്ല. ഇവിടെ ചില ഹോർമോൺ ചേഞ്ചസ് കാരണം അവർ കറക്റ്റ് സൈക്ലിക്കലായിട്ട് ഓവുലേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ എഗ് ക്വാളിറ്റി ബാഡ് ആണ്. അതുകൊണ്ട് പ്രഗ്നൻസി കിട്ടാൻ പ്രയാസമാണെന്ന് മാത്രമാണ്. ചിലപ്പോൾ അവർ 2-3 മാസമൊക്കെ ഓവുലേറ്റ് ചെയ്യാതെ പീരീഡ് ഇല്ലാതെയൊക്കെ ഇരിക്കും. എന്നാൽ ഇങ്ങനെ പീരീഡ് ഒന്നും ഇല്ലാത്ത ആൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ 4 മാസം ഗർഭിണിയാണെന്ന് അറിയുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വളരെ കോമണും ആണ് ഇവിടെ. ഒരു ഋതം ഒന്നും ഇല്ലാതെ എപ്പോഴെങ്കിലും ഒക്കെ ഇവർ ഓവുലേറ്റ് ചെയ്യും. ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസിയും കിട്ടും. അപ്പൊ PCO ഉള്ളവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നുമല്ല. പക്ഷെ ഒരുമിച്ച് നിന്ന് 1 വർഷം നോക്കിയിട്ട് കുഞ്ഞാവാത്തവര്, ഹസ്ബൻഡ് 3-4 മാസത്തിന് വെക്കേഷൻ വരുന്നവര് ഒക്കെ ഒന്ന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കണം. എന്തിനാണോ? ഒരു ഡോക്ടറുടെ ഹെൽപ്പോടെ സ്കാൻ മോണിറ്ററിംഗ് വഴി നിങ്ങളുടെ എഗ് ഡെവലപ്മെന്റ് ട്രാക്ക് ചെയ്യാനും ഹോർമോണൽ മെഡിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാനും ടൈംലി ഇന്റർകോഴ്സോ അല്ലെങ്കിൽ IUI ഒക്കെ ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആക്കാനും. അത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് PCO ആണ്, എനിക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേ, ഒന്ന് ആശ്വാസമാട്ടെ.